ഹായ്, കേൾട്ടൻ ഇടവണക്കാരനാണ്. ഇന്ന് നമ്മൾ നോമ്പറക്കാൻ പോയത് ബോച്ചെ 1000 ഏക്കറയിലാണ്. അവിടെ അൺലിമിറ്റഡ് ഫുഡാണ് കൊടുക്കുന്നത്. നമ്മൾ ബുക്ക് ചെയ്ത് പോകുകയാണെങ്കിൽ പെർ ഹെഡ് 400 രൂപയാണ്. ബുക്ക് ചെയ്യാതെ പോവുകയാണെങ്കിൽ ഒരാൾക്ക് 500 രൂപയാണ് വരുന്നത്. ബുക്ക് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് കിട്ടുന്നു അല്ലെങ്കിൽ ഫുഡ് കിട്ടുമെന്ന് ഉറപ്പില്ല. ഞങ്ങൾ ബുക്ക് ചെയ്ത് പോയതുകൊണ്ട് നമുക്ക് അവിടെ കിട്ടി. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോൾ കവാടത്തിൽ തന്നെ ബോച്ചത സൈക്കിളിൽ നിൽക്കുന്ന ഒരു പ്രതിമേനൊക്കെ കണ്ടു. നമ്മൾ 10 പേരാണ് ഉണ്ടായിരുന്നത്. ഈ 10 പേരുടെ ഫോൺ നമ്പറും പേരും ഇവിടെ ആദ്യം രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ 10 പേരുടെ പേരും നമ്പറൊക്കെ ഇവിടെ രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം അകത്ത് കയറിയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ടോക്കൺ കിട്ടും. ഇത് നമ്മുടെ 10 പേരുടെ ടോക്കണാണ്. ഈ ടോക്കൺ കിട്ടിയതിന് ശേഷം അകത്ത് ഈ കാണുന്ന റെസ്റ്റോറൻറ്റിൽ കയറാം, നമുക്ക് സീറ്റ് പിടിക്കാം. ഇവിടെ അകത്തോ പുറത്തോ നമുക്ക് എവിടെ വേണ്ട വെച്ചാൽ ഇരിക്കാം. ഞങ്ങൾ ഇരുന്നത് ഇവിടെ അകത്തായിരുന്നു. അങ്ങനെ 6 മണിയാകുമ്പോഴേക്കും ഏകദേശം ആൾക്കാരൊക്കെ ഫുള്ളായി തുടങ്ങി. നമ്മൾ നേരത്തെ വന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്ത് സീറ്റൊക്കെ കിട്ടി. ആൾക്കാരൊക്കെ 6 മണിയാകുമ്പോഴേക്കും തന്നെ ഫുള്ളായി കഴിഞ്ഞിരുന്നു. അങ്ങനെ നമുക്ക് നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ ഏകദേശം ഇതാ ടേബിളിൽ എത്തിക്കഴിഞ്ഞു. 2 തരം ജ്യൂസ്, കട്ട് ഫ്രൂട്ട്സ്, സ്നാക്സ്. നോമ്പ് തുറക്കാൻ ഇതാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഉള്ളത് സെൽഫ് സർവീസ് ആണ്. നേരത്തെ കാണിച്ച പോലെ 2 തരം ജ്യൂസ് അവിടെ ഉണ്ടായിരുന്നു, കട്ട് ഫ്രൂട്ട്സ്, പിന്നുള്ളത് സലാഡ്, നെയ്സ്പത്തിരി, ചപ്പാത്തി, അങ്ങനെ വന്നിട്ട് പൊറോട്ട, നല്ല ചൂടുള്ള പൊറോട്ട, തരിക്കഞ്ഞിയൊക്കെ രക്ഷയില്ലായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു തരിക്കഞ്ഞി. പിന്നുള്ളത് കപ്പ, പിന്നെ നല്ല ചൂടുള്ള ബീഫ് കറിയൊക്കെ രക്ഷയില്ല കേട്ടോ. അൺലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും കൂടുതലൊക്കെ അത് വാങ്ങുന്നതായിട്ട് കണ്ടു. പിന്നുള്ള ചിക്കൻ കറി സൂപ്പറായിരുന്നു. പിന്നെ മീൻകറി അത്യാവശ്യം എരിവുണ്ടായിരുന്നു, നല്ല എരിവുണ്ടായിരുന്നു മീൻകറി. പിന്നെ ചിക്കൻ ബിരിയാണി, ഇതാണ് ഫുഡ് ഉണ്ടായിരുന്നത്. ഫുഡൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ, രക്ഷയില്ല ഫുഡൊന്നും. 400 രൂപക്കൊക്കെ അല്ലെങ്കിൽ 500 രൂപക്കൊക്കെ മുതലാവും. നമുക്ക് അൺലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ തിന്നുന്നതിനൊക്കെ പരിധിയുണ്ട്. പക്ഷെ എന്നാലും മാക്സിമം എല്ലാവരും അടിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നു, ലാവിഷാക്കി. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, അകത്ത് കയറി ഒന്ന് കറങ്ങി. അപ്പം ബോച്ചനെ പല പ്രാവശ്യം നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും ബോച്ചനെ ടി വിയിൽ അവിടെ വെച്ച് വീണ്ടും കണ്ടു. അങ്ങനെ നമ്മൾ ഇതാ അവിടെ നിന്ന് ഇറങ്ങി. ഓക്കെ, ബായ്. വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും